الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إذ قال له ربه أسلم قال أسلمت لرب العالمين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും നമ്മുടെ എല്ലാ നല്ല വിചാരങ്ങളും എല്ലാം അള്ളാഹു അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന കർമ്മങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലെ ആരാധനകൾ നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ അതിന് ഏറെ ഗുണം ലഭിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കൽ രക്ഷപ്പെടണം, അതിനുവേണ്ടിയൊക്കെയാണ് ആത്യന്തികമായി നമ്മൾ ഇബാദത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നിർവഹിക്കുന്നത്. അതേസമയം അതിന്റെ ഗുണം പലപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അതിന്റെ സമയത്ത് നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം മ്ലേച്ഛമായ അതുപോലെ മുങ്കറാത്തുകളിൽപ്പെട്ട നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും. അപ്പൊ നമസ്കാരം നിർവഹിക്കുന്ന ഒരാള് ഒരു നിലക്കുള്ള ഫഹ്ശാകളിൽ മുങ്കറാത്തുകളിൽ അദ്ദേഹം ഉണ്ടാവില്ല. ഏത് കൃത്യമായി നമസ്കരിക്കുന്ന അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ദുനിയാവിൽ അദ്ദേഹം ഫഹ്ശാകളിൽ കാണൂല. എന്തുകൊണ്ടാ? ആ നമസ്കാരത്തിന്റെ ഫലം. അദ്ദേഹം മുങ്കറാത്തുകളിൽ ഉണ്ടാവൂല, അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു രംഗത്തും അദ്ദേഹം ഉണ്ടാവൂല. അപ്പൊ അദ്ദേഹത്തിനും അതുവഴി സമൂഹത്തിനും ഒക്കെ ഗുണം ലഭിക്കാൻ. നോമ്പും അതുപോലെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർവഹിക്കുക വഴി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധമാക്കി നമ്മൾ എന്തായിത്തീരും? നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനായിത്തീരും. ആ
ആ മാനുഷികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവന്റെ വിശപ്പും നമ്മൾ അറിയും. ഓ, വിശപ്പിന് ഇത്ര വലിയ കാഠിന്യുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയവും ലോലമാകും, നമ്മളൊന്ന് നന്നായിത്തീരും. അതുവഴി നമുക്കും സമൂഹത്തിനും അതുവഴി ഗുണം ലഭിക്കുകയാണ്. അതേപോലെ തന്നെ സക്കാത്ത് പറയുന്നിടത്തും കാണാൻ കഴിയും, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നിങ്ങൾ സക്കാത്ത് ധനികരിൽ നിന്ന് നിങ്ങൾ ശേഖരിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അത് നിങ്ങളുടെ ധനത്തെ ശുദ്ധീകരിക്കും, നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യും. നമുക്കറിയാം, സക്കാത്ത് നിർവഹിക്കുക വഴി നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പുണ്യം ലഭിക്കും. അതോടൊപ്പം തന്നെ പാപപ്പെട്ട ഒരാളെ നമുക്ക് സഹായിക്കാനും കഴിയും. ഇങ്ങനെ ഇസ്ലാമിലെ ആരാധനകൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ വ്യക്തിയെ സംസ്കരിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഗുണഫലങ്ങൾ മറ്റുള്ള ആളുകൾക്കും അനുഭവിക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഹജ്ജും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാ, ലിയശ്ഹദൂ മനാഫിഅ ലഹും, അവർക്ക് ഒരുപാട് ഗുണങ്ങൾ അതുവഴി അവർക്ക് കാണാൻ കഴിയും. അപ്പോ അത് ആ ഗുണങ്ങള് വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോ ഒരു ഹാജിക്ക് അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ മറ്റൊരു ഉംറ വരെ അവന്റെ അതിനിടയിലുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെടും. ഇനി ഹജ്ജും മബ്റൂറായാലോ, ഒരു മബ്റൂറായ ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. അപ്പൊ പാപങ്ങളിൽ നിന്ന് മുക്തനായി ആ ആൾക്ക് സ്വർഗപ്രവേശം അള്ളാഹു കൊടുക്കുകയാണ്. മൻ ഹജ്ജ വലം യർഫത്ത് വലം യഫ്സഖ് റജഅ കയൗമി വലദതി ഉമ്മിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ മനുഷ്യൻ എത്രത്തോളം നന്നാകും. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്, ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് പ്രസവിച്ചു വീണ കുട്ടിയെ പോലെ ആ മനുഷ്യനായിത്തീരാൻ. അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണമാണ്. ഇനി ആ ഹജ്ജിലൂടെ സാമൂഹികമായി നമ്മൾ നോക്കൂ, എന്തൊക്കെ തരത്തിലുള്ള സന്ദേശങ്ങളാണ് ലോകത്തിന് ഹജ്ജ് കൊടുക്കുന്നത്. ഒരേ വേഷത്തിലാണ് അല്ലെ, എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ സമന്മാരാണ്. നോക്കൂ, ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ലോകത്ത് മറ്റൊരു സംഘമല്ല. ആ സംഗമത്തിലേക്ക് ലോകത്തുള്ള എല്ലാ ആളുകളും നോക്കുമ്പോ അവിടെ പണക്കാരൻ, VIP-കൾ, മറ്റുള്ള ആളുകൾ എന്നില്ല, എല്ലാവരും ഒരുപോലെ, എല്ലാവർക്കും ഒരേ വസ്ത്രം. ഏതെങ്കിലും പ്രദേശത്തുകാർക്ക് അല്ലെങ്കിൽ അറബികൾക്ക്, അങ്ങനെ പണ്ടുണ്ടായിരുന്നു. ഈ അഹമ്മദ് അമീൻ ഇസ്ലാമിൽ പറയുന്നുണ്ട്, അറബികൾക്കൊരു വിചാരം ഉണ്ടായിരുന്നു, 2 തരത്തിലുള്ള ഇത്തിഖാദുകൾ അദ്ദേഹം അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ട്. ഒന്ന്, അറബികൾ പരിശുദ്ധരാണ് എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അറബികൾ മറ്റുള്ള ആളുകളുമായി കൂടിച്ചേരാത്ത ആളുകളാണ് എന്നുള്ള ഒരു വിചാരമുണ്ട്. അതൊക്കെ അദ്ദേഹം സവിസ്തരം അങ്ങനെയല്ല എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകൾ അവരാണ് ഉന്നത ജാതിക്കാർ, ഏതെങ്കിലും ഒരു തറവാട്ടിലുള്ള ആളുകൾ അവരാണ് ഏറ്റവും വലിയ ആളുകൾ, ഇന്നതിന്റെ ആളുകൾ എന്നൊന്നുമില്ല. അതൊക്കെ ഹജ്ജിൽ ഇങ്ങനെ കാണുകയാണ്. അവർക്ക് രാജാക്കന്മാരുണ്ട്, ഒരു നാട് ഭരിക്കുന്ന ആളുകളുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാവരും ഒരൊറ്റ തൽബിയത്താണ്, ഒരൊറ്റ തൽബിയത്താണ്. ആ ഒരൊറ്റ തൽബിയത്തിൽ അവരെല്ലാവരും ധരിച്ച വേഷം ഒന്നാണ്, ഒരേ വേഷമാണ്. ഒരേ വേഷം ധരിച്ചുകൊണ്ട് ഏകനായ സൃഷ്ടാവിലേക്ക് മടങ്ങുന്ന ഒരു നല്ല കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇത് അങ്ങനെ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ തന്നെ താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ പാടിയാൽ ഉയർന്ന ജാതിയിലുള്ള ആളുകൾക്ക് പിടിക്കുന്നില്ല. അത്രമേൽ ഇന്ന് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഇൻഫർമേഷനും മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു കാലം. നമ്മൾ തന്നെ ചെയ്താൽ പലതും പുറത്ത് കാണുന്ന, എല്ലാം പബ്ലിക്കായി കാണുന്ന, എല്ലാ രംഗത്തും വിസ്ഫോടനങ്ങൾ, നോളജിന്റെ വിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എത്രയേറെ സംസ്കാരമുള്ളവനാകണം. അത്രയേറെ സംസ്കാരമുണ്ട് എന്ന് വിചാരിക്കുന്ന ഇക്കാലഘട്ടത്തിൽ പോലും
ജാതി നോക്കി, നിറം നോക്കി, ദേശം നോക്കി, ആളെ നോക്കിയൊക്കെ ഇന്നും മാർക്കിടുന്ന അല്ലെങ്കിൽ ഇന്നും അഭിപ്രായം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറഫയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജും അറഫ പ്രസംഗവും നിർവഹിച്ചു. ലോകത്ത് ഇന്നും പ്രസക്തമാണ്. ഇന്നും വർഗത്തിന്റെയും ജാതിയുടെയും അതുപോലെ വെളുത്തവനും കറുത്തവനും എന്ന അന്തരം പാശ്ചാത്യ ലോകത്തൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് വലിയ വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ വരെ അതിൻ്റെതായ കാര്യങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്ലാം പറയുന്നു അതിനൊന്നും പ്രസക്തിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നടത്തിയ പ്രസംഗം ഏറ്റവും പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ്. അള്ളാന്റെ റസൂല് ഈ ഹജ്ജിന് വരുന്ന അള്ളാന്റെ റസൂലിന്റെ ഹജ്ജ് ഒരൊറ്റ ഹജ്ജാണുള്ളത്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് നിന്ന് തന്റെ സഹാബ കിറാമിനോടൊപ്പം പോന്ന് അങ്ങനെ പ്രവാചകന്റെ ഹജ്ജിന്റെ യാത്രയുണ്ട്. നല്ല വിവരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ചരിത്ര സംഭവം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തി ഹജ്ജിന്റെ സന്ദർഭമായി. ആ സന്ദർഭത്തില് ദുൽഹിജ്ജ 9 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിലേക്ക് പോവാൻ. അറഫയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇന്ന ദിമാഅക്കും വഅംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ അലാ കുല്ലി ശൈഇൻ മിൻ അംറിൽ ജാഹിലിയത്തി തഹ്ത ഖദമൈഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, ഈ വിശുദ്ധ മാസത്തിൽ, ഈ പുണ്യഭൂമിയിൽ, ഈ ദിവസത്തിലുള്ള പവിത്രത പോലെ നിങ്ങളുടെ ശരീരവും സമ്പത്തും ആദരിക്കപ്പെടേണ്ടതാണ്. ശരീരവും സമ്പത്തും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട. നമ്മളൊക്കെ ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകളുണ്ട്. നമ്മൾ ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്താൻ നമ്മൾക്ക് ആർക്കും അനുവാദമല്ല. മുസ്ലിമാണെങ്കിൽ അള്ളാന്റെ റസൂൽ പ്രഖ്യാപിക്കാൻ ഇല്ല, ഒരു നിലക്കും ആരെയും അനാദരിക്കപ്പെടാൻ പാടില്ല, ആദരിക്കപ്പെടണം. എല്ലാവിധ ജാഹിലിയ ദുരാചാരങ്ങളും എല്ലാ തരത്തിലുള്ള അംറുൽ ജാഹിലിയത്തി തഹ്ത ഖദമൈഹി, എന്റെ കാൽ ചുവട്ടിൽ ഞാനിതാ കുഴിച്ചു മൂടുന്നു. മൗദൂഉ വദിമാഉൽ ജാഹിലിയത്തി മൗദൂഅത്തുൻ വഇന്ന അവ്വല ദമിൻ അളഉ മിൻ ദിമാഇന ദമു ഇബ്നു റബീഅത ബിനുൽ ഹാരിസ് കുല്ല മുസ്തർദിഅൻ ഫീ ബനി സഅദ് ഫഖതൽതുഹു ഹുദൈൽ. എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന മുഴുവൻ പ്രതിക്രിയകളും ഞാനിതാ ദുർബലപ്പെടുത്തുന്നു. ഒരു ഗോത്രത്തിലെ ഒരാളെ കൊന്നാൽ അടുത്ത ഗോത്രത്തിലെ ഒരാളെ പകരം കൊല്ലുന്ന, അങ്ങനെ കൊന്നു ജീവിച്ചിരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് യുദ്ധങ്ങളിലും കൊലപാതകങ്ങളിലും ഏർപ്പെട്ടിരുന്ന ആളുകളെ പ്രവാചകൻ മാറ്റിയിട്ട് വരികയാണ്. ഇല്ല, ഇനി അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ വിചാരിക്കുന്ന വേണ്ടാണ്. ഞാനിതാ എല്ലാം ദുർബലമാക്കുന്നു. ഞങ്ങളുടെ അവകാശമായ ഹാരിസ് ഇബ്നു റബീഅയുടെ മോചനദ്രവ്യമാണ് ഞാൻ ആദ്യമായി ദുർബലപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടിരുന്ന ഹാരിസ് ഇബ്നു റബീഅയുടെ മോചനദ്രവ്യമാണ് ഞാൻ ആദ്യം ദുർബലപ്പെടുത്തുന്നത്. ഇനി അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ബനൂ സഅദ് ഗോത്രക്കാരുടെ അടുത്ത് മുലയൂട്ടുന്നവർ എന്ന അവസരത്തിൽ ഹുദൈൽ ഗോത്രക്കാരിൽപ്പെട്ട ആളായിരുന്നു അവനെ വധിച്ചിരുന്നത്. ആ ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ആൾ അദ്ദേഹത്തെ വധിച്ചത് കൊണ്ട് ഇനി ഹുദൈലിന് പകരമെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ചിന്ത ഇന്ന് വേണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോ ശരീരത്തിനും രക്തത്തിനും പവിത്ര നൽകി. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വലിബൽ ജാഹിലിയത്തി മൗദൂഉൻ വഅവ്വലു റബാന റബാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഫഇന്നഹു മൗദൂഉൻ കുല്ലുഹു. ഞാനിതാ ജാഹിലിയ കാലത്തെ മുഴുവൻ പലിശകളും ഞാനിതാ ദുർബലപ്പെടുത്തുന്നു. ആദ്യമായി ഞാൻ ദുർബലപ്പെടുത്തുന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ ലഭിക്കാനുള്ള പലിശയുടെ ഇനമാണ്. അതായത് ഞാൻ ഒന്നാമതായി റദ്ദാക്കുന്നു. നോക്കി, മറ്റൊരു സന്ദേശം ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്നത്. ഇതിന്റെ പ്രസക്തി എത്ര ഉണ്ടെന്ന് ഇസ്ലാമിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അത്ഭുതപ്പെടും.
അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും എന്ന അന്തരം ഉണ്ടാവില്ല. എല്ലാവർക്കും ആ ഫ്ലോ, സമ്പത്തിന്റെ സർക്കിൾ അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആ സമ്പത്തിനെ നശിപ്പിക്കുന്ന റിബ എന്ന് പറയുന്ന ഏറ്റവും വലിയ പാപം, ആ പാപം ചെയ്യുന്ന ആ പാപം പോകുന്ന കർമ്മത്തെ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യാണ്? അറഫ മൈതാനിയിൽ വെച്ച് ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാണ്, ഇതാ അത് ഇല്ലാതാക്കുകയാണ്, ഞാനിതാ ഒന്നാമതായി അത് ഞാൻ റദ്ദാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലുള്ള ആൾക്കാരുടെ റിബയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുർബലപ്പെടുത്തുകയായി. അപ്പോ സാമ്പത്തിക രംഗത്തും വിശുദ്ധിയാക്കി. മറ്റൊന്ന് പിന്നീട് ഫത്തഖുല്ലാഹ ഫിന്നിസാഇ ഫഇന്നകും അഖത്തുമൂഹുന്ന ബിഅമാനില്ലാ വസ്തഹലഹ്തും ഫുറൂജഹുന്ന ബികലിമാത്തില്ലാ വലകും അലൈഹിന്ന അല്ലാ യുവാതിഅന ഫുറുശകും അഹദൻ തക്റഹൂനഹു ഫഇന്ന ഫഅൽന ദാലിക ഫദ്രിബൂഹുന്ന ളർബൻ ഗൈറ മുബറഹിൻ വലഹുന്ന അലൈക്കും റസഖഹുന്ന വഖിസ്വതുഹുന്ന ബിൽമഅറൂഫ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്ത്രീകളുടെ വിഷയത്തിൽ ഇന്നും എത്രയെത്ര നിയമങ്ങളാ നിർമ്മിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹുവിനെ മുൻനിർത്തി ഞാനിതാ ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവരെ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലാഹുവിനെ മുൻനിർത്തി ഉള്ള ഒരു കരാറിലാണ്. അവന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നിങ്ങൾക്ക് അവരെ അനുവദനീയമാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരാളും നിങ്ങളുടെ വിരിയിൽ ചവിട്ടാതെ നോക്കണമെന്ന് അവരുടെ മേൽ നിങ്ങൾക്കുള്ള അവകാശമാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അവരെ കഠിനമല്ലാത്ത രൂപത്തിൽ, ചെറിയ രൂപത്തിൽ ശിക്ഷിക്കാവുന്നതാണ്. അവർക്ക് പാർപ്പിടവും ഭക്ഷണവും നൽകൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു സ്ത്രീക്ക് വേണ്ട ഗുണത്തെയും ആ സ്ത്രീയോട് പെരുമാറേണ്ട രീതിയെയും ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത്രയേറെ പ്രസക്തമായ ഒരുപാട് ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതമായ കാര്യങ്ങള് ലോകത്തിന് സമ്മാനിച്ച അള്ളാന്റെ റസൂലിന്റെ ഹജ്ജ്, ആ ഹജ്ജിൽ നടത്തിയ അറഫ പ്രസംഗം ഇന്നും അതുപോലെയുള്ള ആ സന്ദേശങ്ങൾ ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കാൻ ഓരോ രംഗത്തും ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. അതുപോലെ അടുത്തത് പറഞ്ഞത് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരു വിബലയാണ്, ഒരു ഖുർആനാണ്, ഒരു അല്ലാഹുവാണ്. പിന്നെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരാളുടെ പേരിൽ നമ്മൾ ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, സഹോദരങ്ങളാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. പിന്നെ വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ അവസാനിപ്പിക്കുന്നത് ഇന്ന റബ്ബക്കും വഹിദ. നമ്മൾ ഓർക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏതാനും 3% പ്രവാചകൻ പ്രബോധനം ചെയ്തത് അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ്. പ്രബോധന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ അവസാനത്തെ വാക്കും എപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതും അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ്. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ, ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുകയും അവന്റെ അടുക്കൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിനോ ഏതെങ്കിലും ഒരു വർഗത്തിനോ അല്ല അവിടെ മഹിമയില്ല. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് വെളുത്തവനേക്കാളോ വലിയ പ്രസക്തിയില്ല, വെളുത്തവന് കറുത്തവനേക്കാളോ വലിയ അംഗീകാരമില്ല. മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞത് ഹജ്ജും ലോകത്തിന് നൽകുന്ന സന്ദേശം എത്ര മഹത്തരമാണ്. ഇന്നും അത് നിലനിൽക്കുകയാണ്. അപ്പൊ നമ്മളും ആ നിലക്ക്, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് ഒരു ഹജ്ജ് ഇങ്ങനെ നടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മളും ആ നിലക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന അത്ര സാമൂഹികമായ എല്ലാ തരത്തിലുള്ള നന്മകളെയും മുൻനിർത്തി ഇസ്ലാമിന്റെ ആരാധനകൾ, ലോകത്ത് നൽകുന്ന ഈ സന്ദേശങ്ങളെ നമ്മളിലൂടെയും ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ലോകത്തിന് ഏറ്റവും നല്ല ഒരു സന്ദേശം ഇതുവഴി നമുക്ക് കൊടുക്കാൻ കഴിയണം. അതിലൊക്കെ ഏറ്റവും അടങ്ങിയിരിക്കുന്ന ഒരു വലിയ മറ്റൊരു സന്ദേശം, അതൊരു സമർപ്പണത്തിൻ്റെത് കൂടിയാണ്.
ഇന്നിപ്പോ ഈ സമർപ്പണത്തിന് വലിയ പ്രസക്തിയുള്ള സമയമാണ്. നമ്മുടെ ശരീരവും സമ്പത്തും എല്ലാം സമർപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഹജ്ജ് നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്താ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ മഴക്കെടുതി മൂലം പ്രയാസത്തിലാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് ഈ സമർപ്പണത്തിന്റെ സന്ദേശം ഹജ്ജിന് നൽകുന്ന ഒരുപാട് സമർപ്പണം. ഹാജറ ബീബി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വെള്ളത്തിന് ഓടിയില്ലേ? ആ ഓടിയ സ്ഥലത്ത് കൂടിയാണ് ഇന്നും ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കറുത്ത വർഗക്കാരിയായ ഹാജറ ഓടിയ സ്ഥലത്തും കൂടി എല്ലാവരും ഇന്നും ഓടുകയാണ്. അത് ഇന്നവളല്ലേ എന്ന് പറഞ്ഞ് മാറിക്കുന്നില്ല. അവര് അതിനു വേണ്ടി, വെള്ളത്തിന് വേണ്ടി ഓടിയതൊരു ത്യാഗമാണ്. മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമനെ ബലിയറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് ഒരു ത്യാഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ത്യാഗം ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇപ്പോ കാലഗതി മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾക്ക് അവിടെ സഹായിക്കാൻ കഴിയണം. നമ്മുടെ സമ്പത്ത് അവിടെ എത്തിക്കാൻ കഴിയണം. നമ്മുടെ ശരീരം അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വേദനയിൽ പങ്കുചേരാൻ കഴിയണം. ഈ ഒരു സമർപ്പണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന മുസ്ലിം അവനും സമർപ്പിക്കുന്നവനാകണം. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അവനും സമർപ്പിക്കാനുള്ള ബോധ്യമുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, എല്ലാം സമർപ്പിച്ചിട്ടാണ് അള്ളാന്റെ റസൂല് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞ് സമർപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ, റബ്ബേ ഇനിയും കാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എല്ലാം രക്ഷിതാവായ പടച്ചതമ്പുരാനെ നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ശരീരവും സമ്പത്തും നമുക്ക് കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ ശരിക്കും കാണാൻ കഴിയാം. അത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, പരലോകത്തെത്തിയിട്ട് യൗമൽ ഖിയാമത്തിൽ നിന്ന് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, യാ ഇബ്ന ആദം മരിൽതു ഫലം തുഅദിനി, ഞാൻ രോഗിയായിരുന്നു, നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഇയാൾ ചോദിക്കാണ്, അല്ലാ റബ്ബി യാ റബ്ബി കൈഫ അദൂക വ അൻത റബ്ബുൽ ആലമീൻ, അല്ല നീ രോഗിയോ, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും, നീ ലോകത്തിന്റെ രക്ഷിതാവല്ലേ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നാലിന്റെ എന്റെ അടിമ രോഗിയായപ്പോ നീ അവിടെ സന്ദർശിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ചുറ്റുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒന്ന് വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയാൽ കാണാം, മലയോര പ്രദേശങ്ങളിൽ, കടലോര പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ, ഭക്ഷണമില്ലാത്തവർ, വീടില്ലാത്തവർ, ഒരുപാട് പ്രയാസമുള്ളവർ, സുഖസുന്ദരമായി കഴിയുന്ന നമ്മളുണ്ടല്ലോ. നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്പം, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സമയത്തിൽ നിന്നൊരല്പം സമയം അവിടെ ചെലവഴിച്ചാൽ നമുക്ക് അല്ലാഹുവിനെ അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉളഹിയ്യത്തിന്റെ ഈദുൽ അദ്ഹ ആഘോഷിക്കാൻ പോകുന്ന നമ്മൾ ഒരു സമർപ്പണത്തിന്റെ, ഹജ്ജ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമായ സമർപ്പണത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ചുറ്റിൽ നിർവഹിക്കാൻ നമുക്ക് അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. മഹാനായ ഇബ്രാഹിമി കുടുംബത്തിന്റെ ത്യാഗം നിറഞ്ഞ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ നമ്മൾ നടത്തിയത്. ആ കുടുംബം ലോകത്തിന് കാണിച്ച ആ മാതൃക നമ്മളും ആ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും അത്തരം മാതൃകകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഹജ്ജിന്റെ കർമ്മങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മൾക്ക് അറഫ ദിവസം നമുക്ക് അറഫയുടെ നോമ്പുണ്ട്. ആ നോമ്പ് എല്ലാവരും നോൽക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മളിവിടെ പെരുന്നാൾ നമസ്കാരം 7 മണിക്കാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉളഹിയ്യത്തിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടാവും. അപ്പോ അവര് നഖവും ഒന്നും മുറിക്കാതെ ആ ദിവസം വരെ നിന്നുകൊണ്ട് ഉളഹിയ്യത്തിൽ പങ്കെടുക്കുക. ഉളഹിയ്യത്ത് നമ്മുടെ മഹല്ല് സംവിധാനത്തിൽ നമ്മൾ ഓഹരി വെച്ചുകൊണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ്, ശരീകരിച്ച് തരേണ്ടതില്ല. 7 ഓഹരി ആക്കിക്കൊണ്ട് അതിൽ നിന്ന് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒട്ടകവും അതുപോലെ ആടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് കൂടുതൽ കഴിവുള്ള ആളുകൾ, ഒരാടിനെ തന്നെ അറുത്ത ആളുകളുണ്ട്.
അതുപോലെ കഴിവ് കുറഞ്ഞ ആളുകൾ ഓഹരിക്ക് കൂടിയതായ ചരിത്രവും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഉള്ള സംഖ്യ കൊണ്ട് ഒരു ഓഹരിയെങ്കിലും കൂടി ആ ഉദഹീയത്തിൽ നമ്മൾ എല്ലാവരും പങ്കുചേർന്നിട്ടുണ്ടാവും പലരും. അപ്പൊ ആ നിലക്ക് അത് നല്ല രൂപത്തിൽ നമ്മൾ ആ കർമ്മത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് ഉണർത്തുകയാണ്. ഈ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ, ഈ ഒരു 10 ദിവസങ്ങളിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ദിവസങ്ങളായതുകൊണ്ട് നല്ല സംസാരങ്ങൾ, നല്ല വിചാരങ്ങൾ, ഏറ്റവും നല്ല അമലുകൾ, ഇബാദത്തുകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക. അങ്ങനെ എല്ലാം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ്. ഞങ്ങളുടെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ, അള്ളാഹുവെ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ ഞങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അള്ളാഹുവെ, അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കണ്ണുകൾ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയ ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, വിവിധങ്ങളായ ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, മറ്റു ഏർപ്പാടുകളിൽ ഉള്ള ആളുകളാണ് ഞങ്ങൾ. അള്ളാഹുവെ, ഞങ്ങളുടെ ജോലിയിലും, ഞങ്ങളുടെ ബിസിനസ്സിലും, കച്ചവടത്തിലും, ഞങ്ങളുടെ തൊഴിലുമെല്ലാം ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ അള്ളാഹുവിന്റെ റസൂൽ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമ്പോൾ അതേറ്റുവാങ്ങി ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. കഠിനവും കഠോരവുമായ നരശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.